ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷാലൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ വീഡിയോസ് ഷാലു വരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടില്ല, ടൈമില്ല. അപ്പോൾ നമ്മൾ അന്ന് കാണിച്ച ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പോൾ ഫ്രോക്ക് മാക്സി, അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു നൈറ്റി മെറ്റീരിയൽ തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റി മെറ്റീരിയൽ കൊടുക്കാൻ നമുക്ക് സ്റ്റിച്ച് നമ്മൾ ഇപ്പം ഇതിൻ്റെ മുന്നേ നമ്മൾ ബൾക്ക് ചെയ്തിരുന്നു. അന്ന് നമ്മൾ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നില്ല, സ്റ്റിച്ചിങ് നമ്മൾ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യായിരുന്നു. അന്ന് മെറ്റീരിയൽ അതിൽ നമുക്ക് ഒരുപാട് നഷ്ടം വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കാരണം നമ്മളത് കുറച്ച് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ 3 സ്ഥലത്ത് വെച്ചിട്ടാണ് അടിക്കണത്. ഒന്ന് നമ്മളിവിടെ ഒരാളുണ്ട്, പിന്നെ പുറത്ത് രണ്ടാൾ വീതം വെച്ചിട്ട് 3 പേര്, അങ്ങനെ വേറെ ആൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആ ഫ്രോക്ക് മാക്സി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്, അതിൻ്റെ വീഡിയോസ് ഒന്ന് ഇടുമോ എന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുമോ എന്നുള്ളത് കേട്ടോ. പിന്നെ 60 എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കൽ, അതുപോലെ തന്നെ സ്ലീവ് എങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ പൂട്ടിയിട്ട് കുറേ ഓർഡർ എടുക്കുക ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ രാവിലെ നീറ്റു ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ നീച്ച് വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഒന്ന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ നടക്കണില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസിൽ മാഷാ അല്ലാഹ് എല്ലാതും ഒരുവിധം ഒരു 2 ഉണ്ട്. ഒരു ചെറിയ അഡ്രസ്സിൽ ചെറിയ മിസ്റ്റേക്ക്, പക്ഷെ അത് നമ്മളെ ഇത് എന്താണ് എന്തോ ഒരു മെസ്സേജ് ഡിസപ്പറിങ് മെസ്സേജ് ഓണായത് കാരണം അപ്പോൾ അതും കൂടി 2 കൺഫേം ആക്കിയാൽ ഇന്നലെ വരെയുള്ളത് ഇന്നലെ വരെയല്ല, മിഞ്ഞാന്ന് വരെയുള്ളത് കംപ്ലീറ്റ് പോയിട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് പാക്കിങ്ങിന് സമയമാണല്ലോ. ഇനി ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഓരോരുത്തരും ഓർഡർ ചെയ്ത് വെച്ചതാണ്. ഇത് എന്ത് ചെയ്യണം, ഇനി നീർത്തി നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മാക്സിമം അങ്ങനെ. കാരണം നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്തേ കുറേ പെൻഡിങ്ങിൽ വരും. നമ്മൾ വെള്ളക്കേനൊക്കെ വന്നിക്കണോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഒരാളിരുന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറണം. ഞാൻ ഇതിൻ്റെ മേലെ ഇരുന്നു പാക്കിങ്ങിന് ഇരുന്നത്. അപ്പോൾ ഒരു ദിവസം 10 പ്രാവശ്യം ഇറങ്ങി കയറണം, സാധനം പടിയല്ലേ. അപ്പോൾ ഞാനത് നിർത്തി. അപ്പോൾ ആളെ കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറണ്ട് പോയോ? എന്ത് കറണ്ടില്ല? ഓ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് നേരമായി എന്നോട് ചോദിക്കണം ഫ്രോക്ക് മാക്സി എവിടുന്ന സ്റ്റിച്ച് ചെയ്യുന്നത്, പിന്നെന്താണ് നമ്മളെ കഫ്താനില്ലേ, കഫ്താൻ എവിടുന്നാണെന്നൊക്കെ. അപ്പോൾ വന്ന സമയം മോശമാണ്. അപ്പോൾ ഇവിടെ കറണ്ടില്ല. കറണ്ട് വയ്ക്കണം. ഇതാ കണ്ടില്ലേ, ഇത് നമ്മുടെ ഇതിന് കട്ട് ചെയ്ത് വെച്ചതാണ്. എന്താ പറയുക, ടോപ്പിന്. പിന്നെ ഞാൻ അവിടെ കാണിച്ചു തന്ന മെറ്റീരിയലില്ലേ, ഞാൻ ചിലപ്പോൾ ആവണത് വീഡിയോ ചെയ്യാറില്ലേ. അപ്പോൾ ഒരു വിചാരം എന്താണെന്നോ, ചില ആൾക്കാരറിയേ പോവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് അവിടെ ഉണ്ട്, കുറച്ച് മുണ്ട് കൊടുത്ത് ഇപ്പോൾ കുറച്ച് നേരം നിർത്തിയാണ്. പിന്നെ ഇതാട്ടോ നമ്മളെ സാറ്റിനിലെ കഫ്താനിലെ ഇത് ഇന്നത്തോടു കൂടി കഴിയൂലേ. ഇതാണ് ഇനിയിപ്പോൾ സാറ്റിനിൽ മെറ്റീരിയൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഒന്നുണ്ട്, അത് ഇന്നത്തോടു കൂടി അതിൻ്റെ പണി തീരും. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ലേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ്. ഇനി ഇവിടെ ഒന്ന് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ആ റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തത്, അത് മാറി ഇങ്ങോട്ടാക്കി. പിന്നെ മനസ്സിൽ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി വലിയൊരു റൂമുണ്ട്, അതെടുത്താലോ എന്ന് ആഗ്രഹം ഇല്ലായ്മയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ സാധനമൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചു, ഇനി ഇതൊക്കെ വീണ്ടും അടിച്ച് പണിയെടുക്കണം. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. പിന്നെ ഇതൊക്കെ എൻ്റെ മെഷീനുകളാണ് കേട്ടോ. അതൊക്കെ നിങ്ങളവിടെ ഞാൻ പോവാണ്. പിന്നെ ഒരു മെഷീന് ഇതിൻ്റെ ഉള്ളിലും ഉണ്ടോ, ഒരു മെഷീന് അവിടെ. ഇത് നമ്മളെ നെക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ കുറേ ആൾക്കാർ പിന്നെ എന്നോട് ചോദിച്ചു ഹോൾസെയിലായിട്ട് കയ്യിലുള്ള കഫ്താന് തരുമോ എന്നുള്ളത്.
നമുക്ക് ഈ മെറ്റീരിയൽ ഇന്ന് കഫ്താൻ അടിക്കണോ? 56 കഫ്താന് 56 കൈയുള്ള കഫ്താനേ. ഇത് 56 കൈയുള്ള കഫ്താന് വീഡിയോ ചെയ്യാൻ കിട്ടിയിട്ടില്ല. അത് ഇവിടുന്ന് തന്നെ ഫുള്ള് തീർന്നു പോയി. അപ്പോൾ അതിങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ചെയ്യണോ? ഇതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഞാൻ കൊടുന്നിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്തിട്ടേ ഞാൻ അങ്ങനെ ഒരുമിച്ച് ഒരു പ്രിൻറ്റിലുള്ളത് അടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ പ്രിൻറ്റ് 50-50 ആയിട്ട് അങ്ങനെ. അത് എന്താ വെച്ചാൽ നമ്മൾ അവിടെ പകുതി കൊണ്ടുപോയിട്ട് കൊടുത്തു, ഇവിടെയും പകുതി ആക്കി. അപ്പം അങ്ങനെ ആയപ്പോഴാണ് അത് ഇത് വന്നത്. അപ്പം ഇനി നമുക്ക് ഒന്ന് തീർന്നിട്ട് ഇനി മറ്റ് ഇതാക്കല്ലേ. അപ്പോൾ അത് നമ്മൾ വീഡിയോ കാണിച്ചിരുന്നല്ലോ ടോപ്പ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിക്കാൻ കൊടുത്തിട്ടാണെന്നുള്ളത്. ഇതിൻ്റെ ഗ്രീൻ അടിച്ച് വന്നു കേട്ടോ. ഇതാക്കണം. ഇതിപ്പോൾ ഒരു ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഇത് അത്യാവശ്യം കട്ടിയുള്ളല്ലേ, പിന്നെ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റിയല്ലേ. അപ്പോൾ ഇതാട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് തുടങ്ങില്ല നിങ്ങൾ. ഇതിൻ്റെ ബാക്കിയുണ്ട്, മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ ഓർഡർ വരുന്ന സാധനങ്ങൾ ഇങ്ങനെ കയറ്റണതാണ്. അപ്പോൾ ആ സാധനങ്ങൾ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഹോൾസെയിലായിട്ട് തരുമോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് കുറച്ച് റേറ്റ് കൂടും. അപ്പോൾ ഇൻഷാ അല്ലാ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് സെയിൽ ചെയ്യാൻ തരുമോ എന്നുള്ളത്. ഇൻഷാ അല്ലാ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ കറണ്ടുള്ള ഒരു ദിവസം ഞാൻ പോവാ, ഇവിടെ പൂട്ടണോ? അപ്പോൾ കറണ്ടുള്ള ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്ത് തരണമെന്ന് വന്നപ്പോൾ കറണ്ടില്ല. പിന്നെ ഇപ്പോൾ ഈ റൂം ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്ക് ഇൻവെർട്ടർ വെച്ചിട്ട് കാര്യമില്ല, മെഷീൻ ഓടുമ്പോൾ അത് ഇതാകും. അപ്പം അങ്ങനെയാണ്. അപ്പം എൻ്റെ കട നോക്കിയാൽ കാണാം. അത് ഞാൻ കാണിച്ചു തരില്ല. എന്താ വെച്ചാൽ നാളെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന സാധനം കിട്ടൂല കേട്ടോ. ഇവിടെ വന്ന ഒരു ഡോറ് തുറന്നു തരുന്നില്ല. കണ്ടില്ലേ, ഞാൻ തന്നെ വിളിച്ചിട്ട് ഞാനാണ് പറഞ്ഞപ്പോൾ മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കടയിലെത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. എൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത് ഇതാണ്. കറണ്ടില്ലല്ലേ, എവിടെയും കറണ്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ കണ്ടില്ലേ, ഓരോ ദിവസം രാവിലെ വന്നാൽ മടക്കാൻ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ആൾക്കാരെ വേണം നമ്മളെ ഷോപ്പിൽ നിൽക്കാൻ, ഓൺലൈനിൽ എടുക്കാനൊക്കെ പറ്റിയ 2 ആൾക്കാരെ ഇൻഷാ അല്ലാ വെക്കണം. എന്നിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ഫ്രീ ആവണം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് മെസ്സേജ് ഞാൻ നോക്കിയിട്ട് എത്തണില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർക്ക് നമ്മളിത് കടയിൽ നോക്കണം, പർച്ചേസിങ്ങിനും പോകണം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ മെസ്സേജിനൊക്കെ റിപ്ലൈ തരാൻ 2 ആളെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കഫ്താന് നിങ്ങൾ കണ്ടല്ലോ, സ്ലീവുള്ള കഫ്താനം. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് 8 മണിക്ക് തുടങ്ങി. ഞാൻ ഇതുവരെ ഫോൺ സൈലൻ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നെറ്റ് ഓണാക്കിയിട്ടോട് കൂടി വന്ന കോളായിരുന്നു. അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം എത്രയായി? ബാങ്ക് കൊടുത്തു, 12:28 അപ്പോൾ ഇനി ഇന്നത്തെ ഈ ദിവസം ഈ ഒരു വള്ളക്കുപ്പിമ ഓടി നിങ്ങളിങ്ങനെ പറയും റിപ്ലൈ കിട്ടിയിട്ടില്ല. ചായയും കടി ഉണ്ടാക്കാൻ നേരമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഉണ്ടാക്കില്ല. ഈ ഒരു വള്ളത്തിന് ദാഹിച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വള്ളത്തിന് പെരും ദാഹം. അപ്പോൾ ഞാനൊരു കുപ്പി വെള്ളം വാങ്ങിക്കാണ്ട് ഇങ്ങനെ പോന്നു. ഇനി ഇങ്ങോട്ട് ഈ ഇരുത്തുണ്ടല്ലോ, ഈ ഇരുത്താൻ വന്നാൽ കസ്റ്റമർ ഇവിടെയൊക്കെ സ്റ്റാൻഡ് അടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതാണ് കേട്ടോ. മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനും മോൾക്ക് പോവുകയാണ് അവിടെ ഓർഡർ എടുക്കാൻ വിചാരിച്ചിട്ട്. ഇനി കസ്റ്റമർ വന്നാൽ ഈ നീക്കും, പിന്നെ അവിടെ മടക്കും, പിന്നെ അവിടെ ഓർഡർ എടുക്കും. ഇത് തന്നെ രാത്രി 11:30 മണി വരെ. ഇപ്പോൾ 2-3 ദിവസം, കുറച്ച് ദിവസമായിട്ട് യൂട്യൂബും കാര്യങ്ങളൊന്നും നോക്കാനൊന്നും, വീഡിയോ ഇടുക, ഇതാക്കുക. എന്നാൽ അതിന് ഒരുപാട് മെസ്സേജ് റീഡ് ചെയ്യാതെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഇന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഉറക്കം അങ്ങോട്ട് ശരിയായാൽ തന്നെ ഇതാവില്ല. അപ്പം നമുക്ക് ആരെങ്കിലും വന്നാൽ കടയിൽ നിൽക്കാൻ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ഫ്രീ ആകുമെന്ന് വിചാരിച്ച്. അപ്പോൾ 2 ദിവസം നല്ലോണം കടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഇൻഷാ അല്ലാ ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്.
ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കം മുതൽ നമ്മളെ കൂടെ നിന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ യൂട്യൂബിൽ മാക്സിൻ്റെ വീഡിയോ കണ്ടിട്ടും ഇതൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ സാധനം എടുത്തിട്ടും മുടങ്ങാതെ നമ്മളെ ഇനി വിളിച്ചിട്ടും ഒക്കെ ഇതാക്കിയ ആൾക്കാരുണ്ട്. ഓരോ വീഡിയോസിൽ നിന്നും ഓരോ മാക്സി എടുത്തിട്ട് അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ട് ഇന്ന സാധനമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. പാർസൽ അയക്കണില്ല കേട്ടോ. ചിലത് മിസ്സായിട്ടുണ്ടായിരുന്നു, ചിലത് ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സത്യത്തിൽ ഒരു ഇതിൽ കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ അങ്ങനെ കുറേ പൈസ പോയതും ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യേണ്ടി വന്നതും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ പറയുമ്പോഴും കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് ശാലു എവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശാലുവിനൊന്ന് വീട്ടിൽ അവൻ്റെ 3 പൂച്ചക്കുട്ടികളെ കുളിപ്പിക്കണ പണിയാണ്. ഒന്ന് ഉച്ച വരെ ഇതുവരെ കാണാനില്ല. ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി വരട്ടടാന്ന് വെച്ചപ്പോൾ പോയി വരീന്ന് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ഇപ്പോൾ വരാം. ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചുള്ളൂ എടുക്കു വെച്ചു. ഇവിടെ വെച്ച് പോയിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെച്ച് പോകുമ്പോഴാണ് ചിലപ്പോൾ എന്ത് ചെയ്യണത് മിസ്സിങ് വന്നത് കേട്ടോ. ഇപ്പോൾ ഇന്നൊരു പോസ്റ്റ് ഓഫീസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ട്രാക്കിംഗ് ID ഒട്ടിച്ചിട്ട് ഇല്ല. കസ്റ്റമർക്ക് ID കൊടുക്കാത്തതുകൊണ്ട് അത് കൊണ്ടുപോയിട്ടില്ല. അത് ഇന്നലെ രാത്രി ഞങ്ങൾ പാക്ക് ചെയ്തതാണ്. ഞാൻ ഓർഡർ എടുക്കുകയും ചെയ്തു, ശാലു പാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ട്രാക്കിംഗ് ID അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ട്രാക്കിംഗ് ID അയക്കാത്ത ഒരു സാധനം ഇനി ഒന്ന് കൊണ്ടുപോകണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നാളല്ല മറ്റന്നാളത്തില്ല. അപ്പോൾ അതോടുകൂടി ഇനി അന്നുള്ളത് അന്നന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, അന്നുള്ളത് ഇത് മിഞ്ഞാന്നത്തെ ഓർഡറിൽ ബാക്കിയാണ്. അത് മിഞ്ഞാന്നത്തെ ഓർഡറിലും ഇന്നലെ രാത്രിക്കത്തെ ഓർഡർ അത് ഇങ്ങോട്ട് കയറിയിട്ടില്ല, രാത്രിക്കത്തെ ഓർഡർ. അപ്പോൾ ഇനിയിപ്പോൾ വേഗം ഞാൻ പാക്ക് ചെയ്തിൻ്റെ പണികൾ തുടങ്ങട്ടെ. അതിൻ്റെ ഇടയിൽ ഫുഡും വാങ്ങിക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ വീഡിയോ ചെയ്യുന്ന മാക്സികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ റേറ്റ് കൂട്ടാൻ സമ്മതിക്കണില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. ഇപ്പോൾ 350-നുള്ള ഷാൾ മാക്സിക്ക് ഞാൻ 320-ന് കൊടുക്കുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾ പറഞ്ഞു ബൾക്ക് തരികയല്ലേ. അപ്പോൾ ചേച്ചി ഈ ബൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം, 350-ന് കൊടുക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചില കസ്റ്റമർ പറഞ്ഞു നിങ്ങൾ 350-ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ റേറ്റ് കുറച്ച് തരുമ്പോൾ ഞങ്ങൾക്ക് 350-ന് സെയിലാക്കാന്നുള്ളത്. മാഷാ അല്ലാഹ് അതൊക്കെ ആലോചിച്ച് പരിഗണയിൽ വരുത്തും നമ്മൾ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓവർ കോൺഫിഡൻസ് പാടില്ല എന്നാണ് ഇപ്പോൾ കാരണം പണി കിട്ടിക്കൊണ്ടിരിക്കണം. ഓവർ കോൺഫിഡൻസ് അല്ല, നമ്മളെല്ലാത്തിലും ശരിയായി എന്ന് വിചാരിക്കുമ്പോഴൊക്കെ നമ്മൾ വലിയൊരു പണിയിൽ ചെന്നപ്പെടുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് നമ്മൾ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ആ സമയത്തൊന്നും കൂടെ ഉണ്ടാവും എന്നില്ല. പിന്നെ നമ്മളെ മനസ്സിലാക്കാം നമ്മൾ മാത്രം. ഇപ്പോൾ ഞാനതാ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ശാലിനോട് പറയണവരെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നാളെ അതിന് തുടങ്ങിയാൽ ഞാൻ കരയും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞ് എൻ്റെ ഈ പണികളും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുക. അമ്മകളോട് സുഖമാണോന്നോ ചോറുന്നോന്നോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാൻ നമ്മളെ ലൈഫിൽ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ നമുക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഇനി ടെൻഷൻ അടിച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ ഇനി ഒരു വർഷമായിട്ട് ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു ഇതിലുമില്ല. കാരണം കിട്ടിയ പണി അത് വലിയൊരു പണിയാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കും. അപ്പോൾ തള്ളി പറഞ്ഞ പോലെ മുന്നിലും ഒഴിവാക്കിയവരൊക്കെ മുന്നിലും നമുക്ക് തിരിച്ച് നിൽക്കാൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് മാത്രമുള്ളത്. യൂട്യൂബിലുള്ള കുറച്ച് ഫ്രണ്ട്സുകളും യൂട്യൂബിലുള്ള കുറച്ച് ആൾക്കാരും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്.